അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മാസങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധമായ മുഹറം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കു തന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിൻ്റെ മാസമെന്ന് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് മുഹറത്തെ പറയപ്പെട്ടിട്ടുള്ളത്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളൊക്കെയും വളരെയേറെ പവിത്രമായ ദിവസങ്ങളും ദുആഇന് ഇജാബത്തുള്ള സമയങ്ങളുമാണെന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയതായി കാണാം. ഒരു വർഷത്തിൻ്റെ ആദ്യമെന്ന നിലയിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ട ദിവസങ്ങളാണ് മുഹറത്തിലെ ആദ്യത്തെ ദിവസങ്ങളെന്ന് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസം അത് ആശൂറയുടെ ദിവസമാണ്. മുഹറം 10 ആശൂറയുടെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ മഹത്വത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആശൂറയുടെ ദിവസം ധാരാളം അമ്പിയാക്കളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസമാണ്. അവരുടെ പെരുന്നാളിന്റെ ദിവസമായിരുന്നു എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയതായി കാണാം. മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തിലെ പല സുപ്രധാനമായ കാര്യങ്ങളും നടന്ന ദിവസം. ആ കൂട്ടത്തിൽ തന്നെ ആശൂറ വളരെ ശ്രദ്ധേയമാകുന്നത് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ ജനതയെയും അല്ലാഹു തആല രക്ഷിച്ച ദിവസം സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുമ്പോൾ മദീനക്കാരായ ജൂതന്മാരായ ആളുകൾ ഈ ദിവസത്തെ വളരെ പവിത്രതയോടെ കണ്ട് നോമ്പെടുക്കുന്നതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരോട് ചോദിച്ചു, ഇതേതാണ് ദിവസം? ഇതേതാണ് ദിവസം? അവരതിന്റെ മഹത്വം പറയാൻ തുടങ്ങി. ഈ ദിവസം ആശൂറയുടെ ദിവസം. ഈ ദിവസം അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനെയും അവിടുത്തെ ജനതയെയും വിജയിപ്പിച്ച ദിവസം. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം വന്നു, മൂസാ നബിയോട് നിങ്ങളെക്കാൾ അടുപ്പമുള്ളയാൾ, മൂസാ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാൾ കടപ്പാടുള്ളത് ഞങ്ങളാണ്. ആശൂറയുടെ ദിവസം പഴയ കാലത്തെ ആളുകൾക്ക് ജാഹിലിയത്തിൽ പോലും നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു ആശൂറയുടെ ദിവസം. പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മക്കക്കാരായ ആളുകൾ ജാഹിലിയത്തിൽ തന്നെ ആശൂറയുടെ ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. അവരോടൊപ്പം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നോമ്പെടുത്തിട്ടുണ്ട്. അതുപോലെ റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നോമ്പ് നിർബന്ധമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് ആശൂറയുടെ ദിവസം. അഥവാ മുഹറം 10 നോമ്പ് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നോമ്പ് നിർബന്ധമായ ദിവസമാണ്. വളരെയേറെ ശ്രേഷ്ഠമായ ആ ദിവസം ചേർത്തു പറയുന്നത് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിലേക്കാണ്. അവിടുത്തെ വിജയവും അവിടുത്തെ ജനതയോടുള്ള കടപ്പാടുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. പരിശുദ്ധ ഖുർആൻ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുകയാണ്. ആശൂറ എല്ലാ കൊല്ലവും നമ്മിൽ ആവർത്തിച്ചു വരുമ്പോൾ ആ ദിവസം നമ്മുടെ ഖൽബിലേക്ക് നൽകുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ആശൂറയുടെ ദിവസത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ എല്ലാ കാലത്തുമുണ്ട്, എല്ലാ സമൂഹത്തിനുമുണ്ട്. ആശൂറ നമുക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയുടെ ഒരു പാഠമാണ്. സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഭൂമിയിലെ ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയെ നേരിട്ടയാളാണ്. തത്തുല്യനായ ഒരു ഭരണാധികാരി വേറെ ചിലപ്പോൾ ചരിത്രത്തിൽ ഇനി ഉണ്ടാകണമെന്നില്ല. അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേയറ്റമായിരുന്നു ഫറോവ. ആ ഫറോവയെ നേരിട്ട പ്രവാചകനാണ് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. തന്റെ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ, തന്റെ അധികാരത്തിൽ എന്നും തുടരാൻ തനിക്ക് വെല്ലുവിളിയാകുന്നതെല്ലാം നീക്കം ചെയ്തു എന്ന് മാത്രമല്ല, തന്റെ മറുഭാഗത്ത് ജീവിച്ചു വളർന്നു വരാൻ സാധ്യതയുള്ള ഒരാൺകുട്ടിയെ കുറിച്ച് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു കൊടുത്ത നേരം ബനൂ ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ ഫറോവ കൽപ്പിച്ചു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും.
മഹാന്മാരായ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നതും തന്റെ അധികാരം നഷ്ടപ്പെടുന്നതുമെല്ലാം ഭയപ്പെട്ടുകൊണ്ട് ബനു ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാൻ ഫറോവയാകുന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ ഓർഡർ വരികയാണ്, ആൺകുട്ടികളെ കൊന്നുകളയുക. നൈൽ നദിയുടെ ഓളങ്ങളുടെ മേലെ കൂടി രക്തവർണ്ണങ്ങൾ ഒഴുകിയ കുഞ്ഞുമക്കളുടെ ശരീരങ്ങൾ ഒഴുകിയ ഒരു കാലം. എല്ലാ വീടുകളും കയറിയിറങ്ങി ഗർഭിണികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്ന ഉടനെ ആൺകുട്ടിയാണോ കൊന്നുകളയാൻ ഓർഡറിട്ട ഒരു ഭരണാധികാരി. അയാളുടെ കാലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് ജന്മം നൽകുന്നത്. കണ്ടാൽ കൊന്നുകളയണം, ആൺകുട്ടിയാണെങ്കിൽ അപ്പോൾ തന്നെ വധിച്ചു കളയാൻ നാടൊട്ടുക്കും പട്ടാളമോടിയ കാലത്താണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ജനിക്കുന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വളർത്തിയത് എവിടെയാണ്? ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്നു. വിശാലമായ ചരിത്രത്തിലേക്ക് പിന്നീട് നമ്മൾക്ക് വരാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ താഴെ തന്നെ ആരാണോ കൊല്ലാൻ, ആരുടെ വാളുകൾക്ക് ഇരയാകാനാണോ വിധിക്കപ്പെട്ടത്, തീരുമാനമുണ്ടായത്, ആ ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയെടുത്തു. മൂസാ നബി അലൈഹിസ്സലാം യുവാവായപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് സമൂഹത്തിന്റെ അന്തരീക്ഷം മനസ്സിലാവുകയാണ്. അവിടെയുള്ളത് രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് ബനു ഇസ്രായേലികളാണ്. ബനു ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ മഹാനായ നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. അവർ ഈജിപ്തിലേക്ക് വന്നത് രാജാക്കന്മാരായിട്ടാണ്. സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്നല്ലോ. ആ കാലത്താണ് അവർ ഈജിപ്തിലേക്ക് രാജാധികാരത്തോടെ കടന്നു വന്നവരാണ്. രാജാക്കന്മാരും വസീറുമാരുമായിരുന്നവർ, മന്ത്രിമാരായിരുന്നവർ പതുക്കെ അവർ ഭിന്നിച്ചുകൊണ്ട് അടിമകളായി മാറി. ആ കാലത്തെ ഖിബ്തികളുടെ, കോപ്റ്റിക് വംശജരുടെ അടിമകളായി മാറി എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ട ഒരു സമൂഹമായി ആ സമൂഹത്തിന്റെ എല്ലാ അടിമവേലകളും ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരായി മാറി. അതുകൊണ്ടാണ് ഞാൻ എന്റെ സംഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, ഓരോ ആശൂറാവും നമ്മെ പഠിപ്പിക്കുന്ന കൃത്യമായ പാഠങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ആ ബനു ഇസ്രായേലികളായ മഹാന്മാരായ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായ ബനു ഇസ്രായേലിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയാണ്. ആ അവസ്ഥയെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എല്ലാ തരത്തിലുമുള്ള പാർശ്വവൽക്കരണങ്ങൾക്കും അവർ വിധേയരാണ്. ആ നാട്ടിൽ ഏതു കുറ്റം നടന്നാലും, ഫറോവയുടെ അധികാരത്തിന്റെ കീഴിൽ എവിടെയെല്ലാം എന്തു കുറ്റങ്ങൾ നടന്നാലും അതെല്ലാം ചെയ്തത് ഈ ബനു ഇസ്രായേലികളാണ് എന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുക. ഫറോവയുടെ അധികാരത്തിന്റെ താഴെ, ഫറോവയുടെ രാജ്യത്ത് ഏതെല്ലാം കുറ്റങ്ങൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ ആ കുറ്റങ്ങൾ ചെയ്തത് ആരാണ് എന്ന് ആദ്യം നോക്കും. ഇത് ഖിബ്തിയാണോ അല്ല ബനു ഇസ്രായേലിയാണോ? ബനു ഇസ്രായേലിയാണെങ്കിൽ അയാളെ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ്. എല്ലാ കുറ്റങ്ങളും അവരുടെ മേൽ വെച്ചുകെട്ടുകയാണ്. ഇവരാണ് പ്രശ്നക്കാർ, ഇവരാണ് കുഴപ്പക്കാർ, ഇവരാണ് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ. ഇതല്ലേ ഇന്ന് നമ്മുടെ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. എത്രയോ കൊലപാതക പരമ്പരകൾ പല ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനാണ് പ്രതിയെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെ മുഴുവനും തേജോവധം ചെയ്ത് പരിശുദ്ധമായ ദീനിന്റെ മൂല്യങ്ങളെയും നന്മകളെയും ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവമതിക്കുന്ന പരാമർശങ്ങൾ നമ്മൾ എപ്പോഴും കാണാറില്ലേ? ചെയ്യുന്നതൊക്കെയും കാക്കമാരാണെന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും, ചെയ്യുന്നതൊക്കെയും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു കളയും. ഈ അടുത്ത സമയത്ത് കേരളം നടുങ്ങിയ ഒരു കൊലപാതകം. തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾ സ്വന്തം ഭാര്യയെ കഴുത്തറുത്തു വന്നു. അയാളുടെ വാർത്ത ഒരുപക്ഷെ നമ്മൾ അധികം ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. കാരണം അയാളുടെ പേര് കാക്കയല്ല എന്നതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് വിവരങ്ങൾ ഇതര രാജ്യങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ നോക്കൂ. രാജ്യദ്രോഹികളായ അവരെ കുറിച്ച് ചിലപ്പോൾ ഒരു പരാമർശം പോലും നമ്മുടെ പത്രങ്ങളിൽ വരാറില്ല. അവിടെയാണ് പഠിക്കാൻ ഈ ചരിത്രം വീണ്ടുമുള്ളത്. ഫറോവയുടെ കാലത്ത്
കുറ്റം ചെയ്തത് ബനു ഇസ്രായേലികളാണെങ്കിൽ ആ ഇസ്രായേൽ സന്താനങ്ങളുടെ മേൽ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അവരുടെ മേലേക്ക് നിയമത്തിന്റെ കരിനിഴൽ കൊണ്ടുവന്നു നിർത്തിയിട്ട് അവരെ ക്രൂരമായി വിചാരണ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്താണ് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. നിങ്ങളാണ് കുറ്റം ചെയ്യുന്ന ആളുകൾ, നിങ്ങളാണ് സ്വസ്ഥത കെടുത്തുന്ന ആളുകൾ, നിങ്ങളാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ, നിങ്ങളാണ് അക്രമികൾ. ഇനി ലോകക്രമത്തിലേക്ക് വരൂ, നിങ്ങളാണ് തീവ്രവാദികൾ, നിങ്ങളാണ് ഭീകരവാദികൾ, നിങ്ങളാണ് ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നവർ. ഇസ്ലാമോ ഫോബിയയുടെ വർത്തമാനം ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നില്ലേ? ആശുറ വെറും ഒരു ദിവസമൊന്നുമല്ല, ചരിത്രം നമുക്ക് ചിലത് പഠിപ്പിച്ചു തരുകയാണ്. ഓ മുസ്ലിമേ, സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം നേരിട്ട ഫറോവയുടെ അധികാരത്തിന്റെ താല്പര്യങ്ങളുടെ മറവിലുണ്ടായിരുന്ന വേട്ടയെ നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ക്രൂരമായ ശിക്ഷകൾക്ക് വിധേയപ്പെട്ടു, ക്രൂരമായ നടപടികൾ എടുക്കപ്പെട്ടു. ഏതുവരെ പലതരത്തിലും അവരുടെ അടിമകളാക്കി, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട്, മാന്യമായ കൂലി ലഭിക്കാതെ, മാന്യമായ ശമ്പളം ലഭിക്കാതെ ഓരോ വീടുകളിലും അടിമകളായി കഴിഞ്ഞ അമ്പിയാക്കളുടെ പിന്മുറക്കാരായ ആളുകൾ, ആ ആളുകളുടെ നടുവിലേക്കാണ് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം കടന്നു വരികയും അവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ മേൽവിലാസം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ ആ ചരിത്രം വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ പറയുന്നുണ്ട്. 74 ഫറോവയുടെ ചരിത്രം ഖുർആൻ പറയുന്നത്. ഫറോവയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഇടങ്ങൾ 74 അയാളുടെ ചരിത്രം പറയുന്ന ഇടങ്ങൾ അതിലുമേറെ സ്ഥലങ്ങളിൽ കാണാം. ആ കൂട്ടത്തിൽ തന്നെ കാണാം ഫഅറാദ അയസ്തഫിസ്സഹും മിനൽ അർള് ഫഅഗ്റഖനാഹു വമൻ മഅഹു ജമീഅ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുകയാണ്, ഫറോവയാകുന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്തായിരുന്നു എന്നറിയുമോ? ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർള്. ആ ഭൂമിയിൽ നിന്ന് അവരെ നാടുകടത്താനുള്ള ചിന്തയാണ്. മഹാന്മാരായ അവരുടെ വല്യുപ്പമാരുടെ കൂടെ അധികാരികളായി എല്ലാ ആദരവുകളും ലഭിച്ച് കയറി വന്ന നാട്ടിൽ നിന്ന് അവരെ പറഞ്ഞുവിടണമെന്ന്, ആ നാട്ടിൽ നിന്ന് അവരെ നിഷ്കാസനം ചെയ്യണമെന്ന്, ആ നാട്ടിൽ നിന്ന് അവരെ ആട്ടിയോടിക്കണമെന്ന്, ആ നാട്ടിലെ പൗരത്വം റദ്ദാക്കണമെന്ന്, ആ നാട്ടിൽ നിന്ന് മറ്റേതെങ്കിലും ഇടത്തേക്ക് അവരെ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് കാലങ്ങൾക്ക് മുമ്പ് ഫറോവ ആഗ്രഹിച്ചിരുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആശൂറാഇന്റെ ദിവസം ആ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ചു നോക്കൂ. ആധുനിക കാലത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ച് വായിക്കാനില്ലേ? അവിടുത്തെ ജനത അനുഭവിച്ച പ്രയാസങ്ങൾ അതിന്റെ കൂടെയില്ലേ? നമ്മുടെ നാട്ടിലും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങളോടുള്ള വർഗീയമായ വർത്തമാനങ്ങളല്ലേ? ഈ നാട്ടിൽ നിന്ന് നാടുകടത്തണമെന്ന വർത്തമാനങ്ങളല്ലേ? പൗരത്വം നിഷേധിക്കണമെന്ന വർത്തമാനങ്ങളല്ലേ? അവരുടെ വല്യുപ്പമാര് പോരാടി ഉണ്ടാക്കിയ മണ്ണ്, ആ മണ്ണിൽ നിന്നവരെ പടികടത്തണമെന്ന ആശയങ്ങളല്ലേ? ഈ ആശയം ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്നവർ, ലോകത്തിന്റെ പലയിടങ്ങളിലും അവതരിപ്പിക്കുന്നവർ അറിയാതെ പോകുന്നത് ഇത് മുസ്ലിമീങ്ങൾക്ക് പുതിയതല്ല. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ആകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ അഭിമുഖീകരിച്ചിരുന്ന ചരിത്രത്തിന്റെ പ്രതിസന്ധിയാണിത്. ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർള്. അവരുടെ മുൻഗാമികൾ അധിവസിച്ചിരുന്ന ഭൂമിയിൽ നിന്ന് അവരെ പടികടത്താൻ വന്ന ഫറോവ. ചരിത്രം ഒരാവർത്തി കൂടി വായിച്ചു നോക്കൂ. എന്നിട്ട് ഫറോവയ്ക്ക് എന്തു പറ്റി എന്ന് കൂടി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അവരെ ആ നാട്ടിൽ നിന്ന് പടികടത്താൻ ആഗ്രഹിച്ച ഫറോവ, അയാളുടെ അധികാരം എവിടെ? അയാൾ ഇവിടെ നിലനിന്നിട്ടില്ല. എക്കാലവും താൻ അധികാരത്തിലിരിക്കുമെന്നാണ് ഫറോവ വിചാരിച്ചതെന്ന്, എന്നിലേക്ക് മടങ്ങി വരില്ലെന്നാണ് അവൻ കരുതിയതെന്ന് ഖുർആൻ ചരിത്രം പറയുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. സൂറത്തുൽ ഇസ്രാ അടിവരയിട്ട് പറയുകയാണ്, അവർ എന്നിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് കരുതിയത്. അവരഹങ്കാരികളായി അധികാരം ദുർവിനിയോഗം ചെയ്തു. ആ ഫറോവ എന്ത് ചെയ്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഅഖദ്നാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യം ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. അവനും അവന്റെ പട്ടാളവും അഹന്ത നടിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി വരില്ല എന്ന് കരുതിക്കൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോ, ആൾക്കൂട്ടങ്ങളായി പാവങ്ങളെ കൊല്ലാക്കൊല ചെയ്തപ്പോ, അവിടെ നിന്ന് ഇസ്രായേലികളെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ അല്ലാഹു തആല അവരെ കൈകാര്യം ചെയ്ത രീതി ഖുർആൻ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. നോക്കിക്കോളൂ, അക്രമികളുടെ
അന്ത്യം എങ്ങനെയാണെന്ന് പഠിക്കാൻ ചരിത്രം ഇവിടെ ബാക്കിയുണ്ട്. അക്രമികളുടെ അന്ത്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ലോകത്ത് കടന്നു വരുന്ന എല്ലാ മനുഷ്യരുടെയും മുന്നിൽ ചരിത്രം ബാക്കിയുണ്ടെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഓരോ വിഷയങ്ങൾ എടുത്തു വെച്ചാൽ ആധുനിക കാലത്ത് നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളും ആശൂറാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആശൂറാന്റെ രാഷ്ട്രീയം അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ്. സ്വന്തം നാട്ടിൽ നിന്ന് നാടുകടത്താൻ വിധിക്കപ്പെട്ടവർ, സ്വന്തം നാട്ടിൽ അടിമകളായി മാറേണ്ടി വന്നവർ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, ജയിലിലടയ്ക്കപ്പെട്ടവർ, ആ ജനതയുടെ ഉയിർപ്പിന് ആരെയാണോ കൊന്നുകളഞ്ഞാൽ എക്കാലവും ഇത് തുടരാൻ കഴിയുമെന്ന് വിചാരിച്ചത് അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി എല്ലാ അധികാരങ്ങളെയും തകർത്തുകളയുന്ന ഒരു അധികാര കേന്ദ്രം മേലെയുണ്ട്, അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കാനാണ് ആശൂറ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം എങ്ങനെയാണ് ആ ജനതയെ രക്ഷിച്ചെടുത്തത്? മഹാനവറുകൾ അവിടുത്തെ പ്രാർത്ഥനകൾ കൊണ്ട്, മുഅ്ജിസത്തുകൾ കാണിച്ച്, കടൽ പിളർത്തിക്കൊണ്ട്, ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു ചരിത്രം അടുത്ത ആഴ്ചയിൽ നമുക്ക് പറയാം. അള്ളാഹുവിലേക്ക് കൈനീട്ടിക്കൊണ്ടാണ് ആ ജനതയെ നയിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടാണ് ആ ജനതയുടെ ഉയിർപ്പ് സാധ്യമാക്കിയെടുത്തത്. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും മുസ്ലിമീങ്ങൾ മറന്നു പോകരുത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന മാത്രം പറയാൻ ഒരുപാടുണ്ട്. ഓരോ ആപത്ത് ഘട്ടത്തിലും മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം നടത്തുന്ന പ്രാർത്ഥന. അല്ലാതെ ബനൂ ഇസ്രായേലികളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആയുധങ്ങളില്ല. ഫറോവയെ തടയാൻ പറ്റിയതൊന്നും അവരുടെ കയ്യിലില്ല. അധികാരത്തിന്റെ എല്ലാ മേഖലകളും ഫറോവയുടെ കയ്യിലായിരുന്നല്ലോ. മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്, മൂസാ നബിയുടെ വിശ്വാസാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകളാണ് എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിച്ചത്. ആ മൂസാ നബിയെ മറന്നുപോകരുത്. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഈ മൂല്യമുള്ള പാഠങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ ഓർമ്മ പുതുക്കലാണ് ആശൂറ. ആ ആശൂറ ദിവസത്തെ നോമ്പ് അത് സുന്നത്താണ്. മുഹറം 9ഉം 10ഉം നമ്മൾ നോമ്പെടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, മുഹറം 10 ജൂതന്മാര് നോമ്പെടുക്കുന്നുണ്ട്, നമ്മളും നോമ്പെടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ വിരോധപ്പെടുക, യഹൂദികളോട് നിങ്ങൾ വ്യത്യാസപ്പെടുക. സൂമു അത്താസിഅ വൽ ആശിർ, നിങ്ങൾ 9നും 10നും നോമ്പെടുക്കൂ. ഇനി 9ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 10ഉം 11ഉം നോമ്പെടുക്കൂ. 9നും 10നും നിങ്ങൾ നോമ്പെടുക്കൂ. ആലോചിച്ചു നോക്കൂ, യഹൂദികൾ 10ന് നോമ്പെടുക്കുന്നുണ്ട്, അവരോട് സാംസ്കാരികമായി വിയോജിക്കൂ. ഏതിലാണ്? നോമ്പിൽ പോലും. നോമ്പൊരു ഇബാദത്താണല്ലോ. യഹൂദികൾ നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ അധികം നോമ്പെടുക്കൂ. അവരോട് നിങ്ങൾ താരതമ്യപ്പെടേണ്ടതില്ല, അവരോട് നിങ്ങൾ അവരുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കേണ്ടതില്ല, അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. ഈ പാഠം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാലമാണ്. യഹൂദികളോട് നോമ്പ് കൊണ്ടുപോലും ചേരേണ്ടതില്ല, ഒരു ദിവസം നിങ്ങൾ അധികം നോമ്പെടുക്കൂ. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെ ചടങ്ങുകളിൽ, നമ്മുടെ വസ്ത്രങ്ങളിൽ, നമ്മുടെ മുടിയുടെ ഹെയർ സ്റ്റൈലുകളിൽ, നമ്മുടെ മക്കളുടെ ഫാഷനുകളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെയും അന്യമതസ്ഥരുടെ ആചാരങ്ങൾ വന്നുകയറിയ കാലമാണ്. അവിടെയാണ് ആലോചിക്കേണ്ടത്. മുഹറം 10ന് യഹൂദികൾ നോമ്പെടുക്കുന്നുണ്ട്, അവരോട് വ്യത്യാസപ്പെടൂ, 9നും നോമ്പെടുക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കൊണ്ട് പോലും ചേരേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ വസ്ത്രം, നമ്മുടെ വസ്ത്രധാരണം ഏതൊക്കെയോ ആരുടെയൊക്കെയോ ആചാരങ്ങളുടെയും ശൈലികളുടെയും പിന്നാലെയായി മാറി. നമ്മുടെ ചടങ്ങുകൾ, കല്യാണ പന്തലുകൾ, മഞ്ഞ കല്യാണം ഉൾപ്പെടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കടന്നു പോകാത്തത്. ഹൈന്ദവ സഹോദരങ്ങളുടെ ആചാരങ്ങൾ വരെ ഇന്ന് മുസ്ലിമിന്റെ വീട്ടിൽ ആചാരങ്ങളായി മാറി. ആഘോഷങ്ങൾ, ക്രൈസ്തവരുടെ, ജൂതന്മാരുടെ ആഘോഷങ്ങൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവന്റെ വീട്ടിൽ ആഘോഷങ്ങളായി മാറി. ചിന്തിക്കാനാണ്, നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കാനാണ്. നിങ്ങൾ യഹൂദികളോട് വിധേയപ്പെടരുത്, അവരോട് നിങ്ങൾ സാമ്യപ്പെടരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് കൊണ്ടുപോലെ അങ്ങനെയാണല്ലോ. ആ വിരോധങ്ങളൊക്കെ അവരോട് ചേരാതെ സാംസ്കാരികമായി മാറി നിൽക്കുക എന്നുള്ളത്. അത്ഭുതപ്പെട്ടു പോവില്ലേ? ഒരു കാലത്ത് പറങ്കികൾക്കെതിരെ പടനയിച്ച നാടുകളിലാണ് ഇന്ന് പറങ്കികൾക്ക് വേണ്ടി ജയ് വിളിക്കുന്നത്. 1490കളിലാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്.
പിന്നാലെ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അവരുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയപ്പോൾ നമ്മുടെ നാടിനോട് കൂറുള്ള, ജനിച്ച മണ്ണിനോട് കൂറുള്ള നമ്മുടെ മുൻഗാമികൾ അവർക്കെതിരെ പോരാട്ടം നയിച്ചു. ആ കൂട്ടത്തിലെ ശ്രദ്ധേയമായ പോരാട്ടം മലബാറിലായിരുന്നില്ലേ? തഹ്രീലും തുഹ്ഫയും പിറന്നത് 1500-കളിൽ 300-ലധികം വരുന്ന ഹാജിമാരുമായി പോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന കപ്പലിന് പോർച്ചുഗീസുകാരൻ തീവെച്ചത് മലബാറിലാണ്. പോർച്ചുഗീസുകാരനോടുള്ള വിരോധം മലബാറിലെ മുസ്ലിങ്ങൾക്കുണ്ടാകുന്നത് അങ്ങനെയാണ്. ആ വിദേശികളോടുള്ള വിരോധം, ആ വിരോധത്തിന്റെ പേരിൽ അവന്റെ ഭാഷ പോലും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് പടപ്പാട്ടുകൾ വൈദേശികനായ പറങ്കിക്കെതിരെ പടപ്പാട്ട് പാടിയ സ്ഥലത്തു നിന്നാണ് ആ വല്യുപ്പമാരുടെ പിന്മുറക്കാരെ കൊണ്ട് ജയ് വിളിപ്പിച്ചത്. ആലോചിച്ച് നോക്കൂ. സാംസ്കാരിക അധിനിവേശം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു കാലത്ത് പറങ്കിന്ന് കേട്ടാൽ കാർക്കിച്ചു തുപ്പിയവൻ, ബ്രിട്ടീഷുകാരനോട് ഫ്രഞ്ചുകാരനോട് വിധേയപ്പെടാത്തവൻ. അതിനർത്ഥം ഏതെങ്കിലുമൊക്കെ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നല്ല. അതങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് ടീമിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെയോ രാജ്യത്തിന്റെ നേതൃത്വത്തെയോ പിന്തുണയ്ക്കുന്ന ആളുകളല്ല, അവരുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരുമല്ല. അപ്പോൾ ഒരു കായിക ഇനം കണ്ട് ഇഷ്ടപ്പെട്ട് കൂടിയതാകാം, പക്ഷെ അതിന്റെ പിന്നിലുള്ള ചരിത്രം ആലോചിച്ച് നോക്കൂ. പറങ്കിക്കപ്പലിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത മലബാറിയുടെ മക്കളെ കൊണ്ടാണ് അവർക്ക് ജയ് വിളിപ്പിച്ചത്. ഇതല്ലേ ശരിക്കും സാംസ്കാരിക അധിനിവേശം എന്ന് പറയുന്നത്? കണ്ടാൽ കൊല്ലാൻ വാളെടുത്ത് ഊറ്റം കൊണ്ടുവന്നവന്റെ പിന്മുറക്കാരാണ് അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ചത്. അതാണ് ചരിത്രം നമ്മോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ആശൂറയുടെ ദിവസം നാം ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധയോടെ നോമ്പെടുക്കണം. 9-നും 10-നും നോമ്പെടുക്കണം. അടുത്ത വ്യാഴവും വെള്ളിയുമാണ് നമ്മുടെ നാട്ടിലെ താസുഅഇന്റെയും ആശൂറയിന്റെയും ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നോമ്പെടുക്കണം. ആശൂറയിന്റെ ദിവസത്തെ നോമ്പിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഹ്തസിബു അലല്ലാഹി യുകഫിറു സനതൽ മാദിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കുവാനുള്ള പ്രതിഫലം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപം പൊറുപ്പിക്കുവാൻ പറ്റിയ നോമ്പാണ് ആശൂറയിന്റെ ദിവസത്തെ നോമ്പ്. അപ്പൊ ഒരു കൊല്ലത്തെ പാപം പുറത്തു കിട്ടുന്ന നോമ്പ് ആശൂറയിന്റെ ദിവസം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 തവണ ചൊല്ലൽ മുൻഗാമികളുടെ പതിവായിരുന്നു. ആശൂറയിന്റെ ദിവസം സൂറത്തുൽ ഇഖ്ലാസ് അതിനെ അധികരിപ്പിക്കുകയും 1000 തവണ ചൊല്ലിയവർ, 100 തവണ ചൊല്ലിയവർ ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ കാണാം. ആശൂറയിന്റെ ദിവസം ഒരുപാട് നന്മകൾ ചെയ്യേണ്ട ദിവസമാണ്. കുടുംബത്തിന് വിശാലത ചെയ്യേണ്ട ദിവസമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരണിയുണ്ട്. ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. അപ്പോൾ ആശൂറയിന്റെ ദിവസം നാം പ്രത്യേകമായി ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അന്നത്തെ ദിവസം സ്വതക്ക നൽകുക, അന്നത്തെ ദിവസം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. അവസാനിപ്പിക്കുന്നു. ആശൂറയിന്റെ ദിവസം മഹാന്മാരായ മുൻഗാമികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അന്നത്തെ ദിവസം വളരെ ഇജാബത്തുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം വളരെ ഇജാബത്തുള്ള ദിവസമാണ്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു നസ്രാനിയായ മനുഷ്യന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. അയാളുടെ മുന്നിലേക്കൊരു മുഅ്മിനായ മനുഷ്യൻ വന്നു. തനിക്ക് പ്രയാസത്തിലാണ്, താൻ പ്രയാസത്തിലാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാനില്ല, നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ നാട്ടിലെ വലിയ സമ്പന്നനായിരുന്ന ഖാദിയായ മനുഷ്യന്റെ അരികിലേക്ക് മുഅ്മിനായൊരു മനുഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് ആശൂറയിന്റെ ദിവസമാണ്, ഞാൻ വളരെ പ്രയാസത്തിലാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾ നോമ്പ് തുറക്കാനുണ്ട്, അവർക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. ഖാദിയായ മനുഷ്യനയാളെ മൈൻഡ് ചെയ്തില്ല. ളുഹറിന്റെ സമയത്ത് വീണ്ടും പറഞ്ഞു, ഞാൻ വലിയ പ്രയാസത്തിലാണ്, നിങ്ങൾ എന്നെ പരിഗണിക്കണം. മൈൻഡ് ചെയ്തില്ല. അസറിന്റെ നേരത്ത് പറഞ്ഞു, നിങ്ങളൊരു 2 ദിർഹമെങ്കിലും എനിക്ക് തരണം, എനിക്ക് ഖുബ്സ് വാങ്ങാനാണ്, എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള റൊട്ടി വാങ്ങാനാണ്. പക്ഷേ പരിഗണിച്ചില്ല. നാട്ടിലെ സമ്പന്നനായ മനുഷ്യനാണ്. അസറിന്റെ നേരം വന്നപ്പോഴും പറഞ്ഞു നോക്കി, പരിഗണിച്ചില്ല. അയാൾ പരിഗണിക്കാതെ ആയപ്പോൾ പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നതിന്റെ ഇടയിൽ നസ്രാനിയായൊരു മനുഷ്യൻ വിളിക്കുകയാണ്, വരൂ, നിങ്ങൾ എന്താണ് ഇത്ര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഉടനെ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞങ്ങൾക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ആശൂറയിന്റെ ദിവസമാണ്. എന്റെ മക്കളൊക്കെ നോമ്പുകാരാണ്.
അവർക്ക് നോമ്പ് തുറക്കാനൊരു വിഭവവും എൻ്റെ കയ്യിലില്ല. ഞാനൊരാളെ പ്രതീക്ഷിച്ചു പോയതാണ്, അയാൾ എനിക്ക് തന്നിട്ടില്ല. ഉടനെ നസ്രാനിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ ദിവസം ഏതാണെന്ന് എനിക്കറിയില്ല, അതിന്റെ പ്രത്യേകത എന്താണെന്നും അറിയില്ല. ഇതാ നിങ്ങളുടെ മക്കൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വാങ്ങിക്കോ. നസ്രാനിയായ മനുഷ്യൻ അയാളെ സഹായിച്ചു. അയാള് വീട്ടിലേക്ക് നല്ല ഭക്ഷണം വാങ്ങിപ്പോയി. അതാ നോമ്പ് തുറന്നിട്ടവരൊന്നിച്ചിരുന്ന് ദ്വാരന്നു, പടച്ചവനെ ഞങ്ങളുടെ ഈ ദിവസത്തെ പ്രയാസം അകറ്റി തന്നയാളിന്റെ പ്രയാസങ്ങളൊക്കെ അകറ്റിക്കൊടുക്കണേ അല്ലാ എന്ന് തുടങ്ങിയിട്ടവര് ദ്വാരക്കുകയാണ്. ആ രാത്രിയിൽ ഏതു മനുഷ്യനെ തേടിയാണോ പോയത്, സമ്പന്നനായ ഖാദിയായ മനുഷ്യൻ രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. തല ഒന്നുയർത്തി നോക്കുമോ, സ്വർണത്താലുള്ള കൊട്ടാരങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും എല്ലാം കാണുന്നു. ഉടനെ ചോദിച്ചു, പടച്ചവനെ ഇതാർക്കുള്ളതാണ് റബ്ബേ? കണ്ണഞ്ചിപ്പോകുന്ന ഈ സൗകര്യങ്ങൾ ആർക്കുള്ളതാണ്? ഉടനെ പറഞ്ഞു, ഇത് നിനക്കു തരാൻ വെച്ചിരുന്നതാണ്, പക്ഷേ നസ്രാനിയായൊരു മനുഷ്യനത് വാങ്ങിപ്പോയി. നിനക്ക് തരാൻ വെച്ചിരുന്നതാണ്, പക്ഷേ നസ്രാനിയായൊരു മനുഷ്യനത് വാങ്ങിപ്പോയി. ഉടനെ അയാളെ വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ ഇന്നലെ ചെയ്ത സൽക്കർമ്മം എന്താണ്? പള്ളിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി വന്നൊരു മനുഷ്യന് ഖുബ്സ് വാങ്ങാനുള്ള പൈസ ഞാൻ കൊടുത്തതാണ്. അതിന്റെ പ്രതിഫലം എനിക്ക് തരൂ, എന്റെ എല്ലാ സമ്പത്തും നിങ്ങൾക്ക് തരാം. ഉടനെ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, കഴിയൂല. നിങ്ങൾ ഇന്നലെ രാത്രിയിൽ കണ്ടതുപോലെ ഒരു കിനാവ് ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ ഈമാൻ പുൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ കണ്ടത് സ്വർഗത്തിലെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു കൊട്ടാരം, അതെനിക്ക് കിട്ടുന്നതല്ലേ, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആശൂറാന്റെ ദിവസമൊക്കെ ചെയ്യുന്ന ചെറിയ സ്വതക്കകൾ, അതിനുപോലും കിട്ടുന്ന വലിയ പുണ്യം, ഇതര മതസ്ഥനായ ഒരു സുഹൃത്തു പോലും ചെയ്ത സ്വതക്കയ്ക്ക് ലഭിച്ച പുണ്യം മഹാന്മാരായ ഇമാമിങ്ങൾ ധാരാളം ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അന്നത്തെ ദിവസം നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാൻ, നോമ്പെടുക്കാനൊക്കെ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അകറ്റി നൽകുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.